ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹായ്, ഹലോ, ടെക് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബിനെ അപ്ലൈ ചെയ്യാം കേട്ടോ. പലതരത്തിലുള്ള ജോബുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കായിക താരങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഒഴിവുകൾ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 56 വേക്കൻസീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പല കാറ്റഗറി ഓഫ് ജോബ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതിനങ്ങനെ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ തന്നെയാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഈ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ ഒരു ജോബ് എല്ലാവർക്കും ലഭിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇൻകം ടാക്സിൽ വിവിധ കാറ്റഗറിയിലേക്കായിട്ട് കായിക താരങ്ങളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓഫീസാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 56 ഒഴിവുകളാണുള്ളത്. ഇതിൽ 15 എണ്ണം വനിതകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒഴിവുകളാണ്. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് വന്നിട്ട് സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റാണ്. അതിൻ്റെ അകത്ത് 2 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. പേ സ്കെയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. 25,000 രൂപ മുതൽ 81,000 രൂപ വരെയാണ് മാസശമ്പളം കൊടുത്തിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന ഒഴിവ് ടാക്സ് അസിസ്റ്റൻറ്റിൻ്റെ ജോബാണ്. അതിൽ 28 വേക്കൻസീസ് ഉണ്ട്. അതിൻ്റെ സാലറിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ ഒഴിവാണ്. അതിൽ 26 ഒഴിവാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൽ സാലറിയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മൊത്തത്തിലുള്ള ഒഴിവുകൾ 56 ഒഴിവുകളാണ് ഇവിടെ ഇതിനോടകം ഇവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മൾട്ടി ടാസ്ക് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് റിലാക്സേഷൻ ഏജ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ജനറൽ OBC കാൻഡിഡേറ്റ്സിനും 10 ഇയേഴ്സ് SC/ST കാൻഡിഡേറ്റ്സിനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ ആദ്യത്തെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 12th പാസ് മസ്റ്റ് ആയിരിക്കണം. പിന്നെ അതിനോടകം നമുക്ക് സ്പോർട്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് 12th പാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ടാക്സ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രി നിർബന്ധമാണ്. ഗ്രാജുവേഷനുള്ള ആൾക്കാർക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണെങ്കിൽ മെട്രിക്കുലേഷൻ ഓർ ഇക്വലൻറ്റ് പാസ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ വന്നിട്ട്. ഇനി സ്പോർട്സ് റിലേറ്റഡ് ഡിസിപ്ലിൻസിൻ്റെ ആ ഒരു ഇതിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഏതൊക്കെ ഫീൽഡിലുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ വേക്കൻസീസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ, ബോഡി ബിൽഡിങ്, അതിനൊക്കെ മെന്നിനും വുമനും അതുപോലെ എത്ര വേക്കൻസീസ് ആണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാതും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫുള്ളായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഈ ഒരു ഒഴിവിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് സ്പോർട്സ് റിലേറ്റഡ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിൽ വേണ്ട എലിജിബിലിറ്റി കുറച്ചധികം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചതിന് ശേഷം അതിന് പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ഇൻ്റർനാഷണൽ, നാഷണൽ, ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്, പിന്നെ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂള്, ഇതിലേതെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചാമ്പ്യനോ അങ്ങനെയൊക്കെ ആവുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ മോഡ് മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. www.incometaxhyderabad.gov.in എന്നാണ് ലിങ്ക്. ജസ്റ്റ് ആ ഒരു ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ താഴെ തന്നെ രജിസ്റ്റർ ഫോർ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റൊക്കെ ഉൾപ്പെടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് മെയിൽ ത്രൂ വരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് അറ്റസ്റ്റഡ് കോപ്പീസ് വേണം. അതായത്
SSC ഓർ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഏജ് അതിനുവേണ്ടി അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ നമുക്ക് സ്പോർട്സിലും ഗെയിംസിലും കിട്ടിയിരിക്കുന്ന ആ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കേഷനും അങ്ങനത്തെ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വാലിഡ് പ്രൂഫ് ഓഫ് ID, ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വന്നിട്ട് ഏപ്രിൽ 5-ാം തീയതിക്ക് മുൻപായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈൻ ത്രൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻകം ടാക്സ് സ്പോർട്സ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. അപ്പോൾ ഫുൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ അതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.